പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഈ ഇടവകയുടെ അജപാലകനായി എന്നെ നിയമിച്ച അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ ജനത്തെ നയിക്കുവാനും പരിപാലിക്കുവാനും ആവശ്യമായ ആത്മീയവും ശാരീരികമായ വരങ്ങൾ നൽകി എന്നെ ശക്തനാക്കണമേ. കൂദാശ എന്ന പരിക്രമം വഴി ദൈവജനത്തെ വിശുദ്ധീകരിക്കുവാനും പ്രബോധനങ്ങൾ വഴി അവരെ നേർവഴിക്ക് നയിക്കുവാനും അജപാലന പ്രവർത്തനങ്ങൾ വഴി അവരെ പരിപോഷിപ്പിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിന്റെ ഒരു ഉപകരണമാക്കണമേ. വിദ്വേഷമുള്ളവരുടെ സ്നേഹവും ദ്രോഹമുള്ളവരുടെ ക്ഷമയും സന്ദേഹമുള്ളവരുടെ വിശ്വാസവും നിരാശയുള്ളവരുടെ പ്രത്യാശയും അന്ധകാരമുള്ളവരുടെ പ്രകാശവും സന്താപമുള്ളവരുടെ സന്തോഷവും ഞാൻ വിലക്കട്ടെ. ഓ കർത്താവെ, ആശ്വസിക്കപ്പെടുന്നതിനേക്കാൾ ആശ്വസിപ്പിക്കുവാനും മനസ്സിലാക്കപ്പെടുന്നതിനേക്കാൾ മനസ്സിലാക്കുന്നതിനും സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ സ്നേഹിക്കുന്നതിനും എന്നെ ഇടയാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. 3 വർഷങ്ങൾക്ക് മുമ്പ് വടവർക്കുപാറയിൽ ഇരുന്നപ്പോൾ പലപ്പോഴും ഇതിലെയാണ് യാത്ര ചെയ്തത് സിനിമയെ പഠിപ്പിക്കാനായിട്ട്. അന്നേരമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് മീനപ്പാറയിൽ രൂപത്തിലെ ഏറ്റവും നല്ല ഇടവകയിൽ വികാരി ഇടവക കിട്ടുമെന്ന്. 3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിനൊരു അവസരം നൽകി. എൻ്റെ വലിയതായിട്ട് അച്ഛൻ ഇല്ലാത്ത ഈ സമയത്തും അച്ഛൻ എല്ലാം ക്രമീകരിച്ചു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ബഹുമാനപ്പെട്ട കരുണച്ചൻ. അച്ഛനുമായിട്ട് സംസാരിച്ചിരുന്നു. അച്ഛൻ്റെ സ്നേഹവും പ്രാർത്ഥനയെല്ലാം ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതിനുവേണ്ട എല്ലാ ക്രമീകരണം ചെയ്ത കൈക്കാരന്മാർക്കും വന്ന ഇടവക്കാർ പ്രത്യേകം നന്ദി പറയുന്നു. എൻ്റെ നീലമംഗലം ഇടവക്കാർ ഇത്രയും പേര് ഇന്ന് വന്നിരുന്നു. അവരെ പ്രത്യേകം നന്ദിയോട് കൊടുക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളെല്ലാം അവർ തന്ന സ്നേഹത്തിനും സഹകരണത്തിനെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. അവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. ഞാൻ ആരോടും പറയാത്ത എൻ്റെ വനം ഓർത്താണെങ്കിൽ തന്നെ ഞാൻ അന്വേഷിച്ചാണ് ഈ സമയത്ത് ഒരുമിച്ച് വന്നത്. അവർക്കും പ്രത്യേകം ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു.